മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി പ്രവാചക പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. ലേശം പോലും സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. 14-ാം വാക്യത്തിൻ്റെ തുടർച്ച എന്നവണ്ണമാണ് 15-ാം വാക്യത്തിലെ കാര്യം പറയുന്നത്. 14-ാം വാക്യം നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചപ്പോൾ അവിടെ തൻ്റെ യൗവനത്തിലെ ഭാര്യയുടെ അടുക്കൽ അവിശ്വസ്തയോടെ ഇടപെടാനായിട്ട് പാടില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൾ നിൻ്റെ കൂട്ടാളിയും നിൻ്റെ ധർമ്മപത്നിയുമല്ലോ. ദൈവം നിനക്ക് കൂട്ടായിട്ട് തന്ന കൂട്ടാളിയാണ്. ദൈവം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി യോജിപ്പിച്ചു തന്നതാണ്. നിൻ്റെ ഏറ്റവും അടുത്ത കൂട്ട് നിൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിനോടായിരിക്കണം. അവിടെ അവിശ്വസ്തത പാടില്ല, അതിനുള്ളിൽ കളങ്കം പാടില്ല എന്ന് വ്യക്തമായും കൃത്യമായും ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷം അതിനോട് ചേർത്ത് പറയുകയാണ്, ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ശേഷിച്ചിരിക്കുന്ന സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുത്തൻ അങ്ങനെ ചെയ്യുകയില്ല എന്നല്ല അവിടെ വായിച്ചിരിക്കുന്നത്, ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ സുബോധമുള്ള ഒരാൾ പോലും ഈ കാര്യം ചെയ്യുകയില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലാഖി നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ബോധമുള്ളവർ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഇതുവരെയും ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ബോധമുള്ള ആരും ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്തിട്ടുള്ളവർ അതിൻ്റെ മറുവശം ചിന്തിച്ചാൽ ബോധമില്ലാത്തവരാണ്, സുബോധമില്ലാത്തവരാണ്, ചിന്തയില്ലാത്തവരാണ്, കുടുംബത്തിൻ്റെ മഹത്വം തിരിച്ചറിയാത്തവരാണ്. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ്. കാരണം അവർ ചിന്തയില്ലാത്തവരാണ്, സുബോധമില്ലാത്തവരാണ്. അപ്പോൾ എന്തും കാണിക്കാൻ മടി കാണിക്കാത്തവരാണ്. അങ്ങനെയുള്ളവർ ഇത് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ദൈവം ആദാമിന് തക്ക തുണയായിട്ടാണ് ഹവ്വയെ നൽകിയത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
ദൈവം ഒന്നിലധികം പേരെ കൊടുത്തില്ല, ഒരാളെയാണ് കൊടുത്തത്. ആ ഒരാൾ തക്ക തുണയാണ്. ആ ഒരാൾ തക്ക തുണയായിരിക്കണം. അപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കണം. അവർ തുണകളായിരിക്കണം, കൂട്ടാളികളായിരിക്കണം. അങ്ങനെ ശരിയായിട്ടുള്ള ക്രമീകൃതമായിട്ടുള്ള ദൈവഭയത്തോടുകൂടിയ ജീവിതം ഭാര്യയും ഭർത്താവും നയിക്കുമ്പോൾ പിശാചിന് അവിടെ ഇടം ഉണ്ടാകുന്നില്ല. എന്നാൽ പല കുടുംബങ്ങളിലും അവരുടെ ജീവിതത്തിൽ വലിയൊരു പരാജയത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം കടപ്പാടുകൾ നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പലയിടത്തും പരാജയങ്ങൾ സംഭവിക്കുന്നു, വിള്ളലുകൾ ഉണ്ടാകും, അവിശ്വസ്തതയുണ്ടാകും, പിണക്കങ്ങളും പരിഭവങ്ങളും വളരുന്നു. അത് വലിയ കുഴപ്പങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കുകയാണ്. പിശാച് വളരെ സൂത്രശാലിയാണ്, തന്ത്രശാലിയാണ്. പിശാച് പലരുടെയും ജീവിതങ്ങളിൽ പാപത്തിലേക്ക് വീഴുന്നതിന് കെണികളൊരുക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം നാം ജീവിക്കാൻ. അത് മലാഖി പറയുന്നത് സുബോധത്തോടെ ജീവിക്കണം എന്നാണ്. സുബോധം നഷ്ടപ്പെടാൻ പാടില്ല. ഇത് വാസ്തവത്തിൽ മനുഷ്യൻ്റെ കയ്യിൽ നിയന്ത്രിതമായിട്ടുള്ളൊരു കാര്യമല്ല. ദൈവകൃപ ഇതിന് വളരെ ആവശ്യമുണ്ട്, വളരെ ദൈവകൃപ ആവശ്യമുണ്ട്. പല ആളുകളും ഞാൻ എൻ്റെ കഴിവിലാണ് നിൽക്കുന്നത് എന്ന് പറയും. അല്ല കേട്ടോ, ദൈവം നമ്മെ സഹായിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീഴാതെ നിൽക്കുന്നത്. നാം വീണു പോകാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവകൃപയാണ്. ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, ദൈവം നമ്മെ സഹായിക്കുന്നു. ആ ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവരാകണം. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സുബോധമുള്ളവൻ എന്തു ചെയ്തു? 15-ാം വാക്യത്തിൽ, എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. മുകളിൽ പറയുന്നത് ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ. അപ്പോൾ ആ ഒരുത്തൻ എന്തു ചെയ്തു? ഏതാ ഈ സുബോധം ശേഷിച്ചിരുന്നവൻ? അവൻ എന്ത് ചെയ്തു എന്നവിടെ അവൻ ഭാര്യയുടെ അവിശ്വസ്തത കാണിച്ചില്ല. പിന്നെ അവൻ്റെ ഉള്ളിൽ ഒരു വലിയ ജ്വാലയുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിൽ വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവൻ ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. ദൈവം വാഗ്ദാനം ചെയ്തതിന്, അതാണ് അതിൻ്റെ കാര്യം. ദൈവം വാഗ്ദാനം ചെയ്തതിന് അവൻ അന്വേഷിച്ചു. നോക്കണം പ്രിയരെ, ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു, ആദാമിന് ഹവ്വായെ ദൈവം ഒരുക്കി കൊടുക്കുകയാണ്. ദൈവം ഒരുക്കി കൊടുക്കുന്നതാണ് തുണ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതുണ്ട്. ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ളതുണ്ട്. ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതുണ്ട്. അതന്വേഷിക്കുക. ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, എന്താണ്? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളി. തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ, വളരെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. നമുക്ക് ദൈവം കൂട്ടായി തന്ന ഭാര്യ, കൂട്ടായി തന്ന ഭർത്താവ്, ആ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, അതിൻ്റെ സന്തോഷം,
അതിൻ്റെ ഐക്യം, അതിൻ്റെ സ്നേഹം, അതിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവിക കൃപകൾ, ദൈവനാമ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ ആ കാഴ്ചപ്പാടുകൾ, തീരുമാനങ്ങൾ, സമർപ്പണങ്ങൾ, അതെല്ലാം അങ്ങ് വർദ്ധിച്ചു വരുമ്പോൾ കുടുംബജീവിതം സന്തോഷപൂർണമായി തീരുകയാണ്. അവിടെ കുറവുകളേക്കാൾ കൂടുതൽ സ്നേഹത്തിനും സന്തോഷത്തിനും അവർ പ്രാധാന്യം നൽകുകയാണ്. കുറവുകളില്ലാത്ത ഒരു കുടുംബവും ലോകത്തിലില്ല. എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളിലും പലവിധമായ കുറവുകളുണ്ട്, പാപ സ്വഭാവങ്ങളുണ്ട്, പിന്നെ പലവിധമായിരിക്കുന്ന ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമുണ്ട്. പല സ്വഭാവത്തിനുടമകളാണ് നാം ഓരോരുത്തരും. പക്ഷേ എങ്കിലും ഈ പല സ്വഭാവം ഉള്ളതിനെയൊക്കെ ദൈവം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരികയാണ്, ഒന്നാക്കി നിർത്തുകയാണ്. അതാണ് കുടുംബം എന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, ആ കുടുംബ ജീവിതം അത് ക്രിസ്തുവിനാൽ പണിയപ്പെടണം. അത് ക്രിസ്തുവിനോട് ചേർന്നുള്ളതായിരിക്കണം, ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണമായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അപ്പോൾ ദൈവം യോജിപ്പിച്ചതാണത്. മനുഷ്യനതിനെ സ്വയമാണെങ്കിലും മറ്റുള്ളവരാലാണെങ്കിലും അതിനെ വേർപിരിക്കാനായിട്ടോ അതിൽ അവിശ്വസ്തത കാണിക്കാനായിട്ടോ ഇടയാകരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തും. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതങ്ങളിൽ നമ്മളേറെ ശ്രദ്ധയോടെ മുമ്പോട്ട് വരുന്ന ദിവസങ്ങളിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ, വിശ്വസ്തയോടെ മുമ്പോട്ട് പോകാൻ അവിടെ നിന്നെ സഹായിക്കണമേ. എനിക്ക് സ്വയം കഴിവില്ല, പക്ഷേ അവിടുത്തെ കൃപ എനിക്കതിന് ആവശ്യമുണ്ട്. അവിടെ നിന്നെ സഹായിക്കണം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും ജീവിക്കണം എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആ സമർപ്പണത്തോടെ മുമ്പോട്ട് പോയാൽ നിശ്ചയമായിട്ടും ദൈവം താങ്കളെയും എന്നെയും സഹായിക്കും. അതിന് ദൈവകൃപ ലഭിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവൻ തുറന്നാലാർക്കും അടയ്ക്കാനുമാവില്ല, അവൻ അടച്ചാലാർക്കും തുറക്കാനുമാവില്ല. അവൻ തുറന്നാലാർക്കും അടയ്ക്കാനുമാവില്ല, അവൻ അടച്ചാലാർക്കും തുറക്കാനുമാവില്ല. സർവശക്തനാണവൻ, സർവജ്ഞാനിയാണവൻ, തന്റെ കരങ്ങളിൽ സുരക്ഷിതൻ ഞാൻ. സർവശക്തനാണവൻ, സർവജ്ഞാനിയാണവൻ, തന്റെ കരങ്ങളിൽ സുരക്ഷിതൻ ഞാൻ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടങ്ങിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ.